ഹായ്, ഞാൻ ഡോക്ടർ മേബൽ. ഞാൻ സിസ്റ്റർ ടെസ്സി കോൺഗ്രിഗേഷൻ. ഞങ്ങൾ രണ്ടുപേരും സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യാണ്. സിസ്റ്ററെ, ഇന്ന് നമുക്ക് ഒരു പ്രത്യേകത അറിയാമോ സിസ്റ്റർക്ക്? തീർച്ചയായിട്ടും. പ്രീക്ലാംസിയ ഡേ അല്ലേ? അതെ, നമുക്ക് പ്രീക്ലാംസിയ എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ 20 ആഴ്ച പ്രഗ്നൻസിക്ക് ശേഷം BP കൂടുതലായിട്ട് കാണുന്നതും മൂത്രത്തിൽ പ്രോട്ടീന്റെ അംശം കാണുന്ന ഒരവസ്ഥയാണ് നമ്മൾ പ്രീക്ലാംസിയ എന്ന് പറയുന്നത്. സിസ്റ്ററെ, പ്രീക്ലാംസിയ വരാൻ എന്തെല്ലാം കാരണങ്ങളാണ് ഉള്ളത്? പ്രീക്ലാംസിയ പല കാലഘട്ടത്തിൽ നമുക്ക് കണ്ടുകൂട്ടാം. ചിലർക്ക് പ്രായം കൂടുതലുള്ള പ്രഗ്നൻസിയിൽ കാണാം. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ള പ്രഗ്നൻസിയിൽ ഉണ്ടാകാം. ആദ്യത്തെ മുന്നത്തെ പ്രഗ്നൻസിയിലോ അല്ലെങ്കിൽ മുന്നേ പ്രഷറിന്റെ അസുഖം ഉള്ളവർക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രീക്ലാംസി വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇവരിൽ നേരത്തെ കണ്ടുപിടിക്കാൻ വല്ല മാർഗങ്ങളുണ്ട്? പ്രീക്ലാംസി ആർക്കൊക്കെ വരാം എന്ന സാധ്യത നമുക്ക് കണ്ടുപിടിക്കാൻ. പ്രീക്ലാംസി നമ്മൾ ഇവരിലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രൂപ്പിനെ നമ്മൾ കൂടുതൽ മോണിറ്റർ ചെയ്യണം. അതിന് പുറമെ നമ്മളെല്ലാ ചെക്കപ്പുകളിലും പ്രഷർ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം നമുക്കത് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലും പ്രഷർ കൂടുന്ന കാണുമ്പോൾ നമ്മൾ കൂടുതൽ മോണിറ്റർ ചെയ്യണം. അവരെ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കണം. അതിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് 3-ാം മാസത്തിലെ സ്കാനിങ്ങിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന ഡബിൾ മാർക്കർ ടെസ്റ്റുകളും മറ്റു ബയോകെമിക്കൽ ടെസ്റ്റുകളും ഉണ്ട് നമുക്ക് പ്രീക്ലാംസിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവരുടെ 3-ാം മാസത്തെ പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യുന്ന യൂട്രൈൻ ആർട്ടറി ഡോപ്ലർ, അതിനകത്തെ ഡോപ്ലറിന്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ടും അവർക്ക് പ്രീക്ലാംസിയ വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിസ്റ്റർ, ആസ്പിരിനെ പറ്റി സിസ്റ്റർ എന്ത് പറയുന്നു? ആസ്പിരിൻ നമ്മൾ പ്രഷർ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പ്രഷർ സാധ്യതയുള്ളവർക്കൊക്കെ തുടങ്ങാറുണ്ട് ആദ്യമേ തന്നെ. അത് കുറേയെല്ലാം ഈ പ്രഷർ താഴ്ത്തിന് സഹായിക്കും. കാരണം ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യാന്നൊരു ഇതുണ്ടല്ലോ ആസ്പിനാസച്ച്, അത് കുറേയെല്ലാം സഹായിക്കും. അതും കൊടുക്കാറുണ്ട്. സാധാരണ അത് എപ്പോ തുടങ്ങും, എത്ര നാൾ വരെ അത് കഴിച്ചുകൊണ്ടിരിക്കണം? തുടങ്ങാൻ 34 വീക്സിന് ശേഷം നമ്മൾ നിർത്താറാണ് പതിവ്. മുമ്പില് നമുക്ക് പ്രീക്ലാംസിയ എങ്കിൽ അത് എക്ലാംസിയായിട്ട് പോകുന്ന നമ്മൾ സംസാരിച്ചില്ല. ഇതിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാ? സാധാരണ BP കൂടുതലുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ തന്നെ അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് കടുത്ത തലവേദന വരുന്നു, സിവിയർ ഹെഡേക്ക് വരുന്നു, കണ്ണിന്റെ മങ്ങല്, കാഴ്ച മങ്ങല് പോലെ, എപ്പിഗ്യാസ്ട്രിക് പെയിൻ, വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് റിപ്സിന്റെ അവിടെയായിട്ട് പെയിൻ വരുന്നത്, കാലിനും മറ്റും നീര് കൂടുതലായിട്ട് കാണുക, ഇതൊക്കെയാണ് നമുക്ക് സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ലക്ഷണങ്ങൾ. പ്രീക്ലാംസിയയിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള ലക്ഷണങ്ങളായിട്ട്. ഇന്ന ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ BP കൂടുതലുള്ളവർക്ക് അനക്കക്കുറവ് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇനി പ്രീക്ലാംസിയ നെക്സ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ എക്ലാംസിയയിലേക്ക് പോകുന്നു പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? എപ്പോഴാണ് നമ്മൾ എക്ലാംസിയ എന്ന് പറയുന്നത്? പ്രീക്ലാംസിയ നമ്മൾ പറഞ്ഞു BP 140-90 എന്ന പ്രഷറിനെക്കാട്ടും കൂടുതലായിട്ട് കാണുന്നതിന് നമ്മൾ ജസ്റ്റേഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതിനോടൊപ്പം നമ്മൾ യൂറിനിലെ പ്രോട്ടീന്റെ അംശം കാണുമ്പോഴാണ് നമ്മൾ പ്രീക്ലാംസിയ എന്ന് പറയുന്നത്. ഈ പ്രീക്ലാംസിയ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റ് അവയവങ്ങളെയും കൂടി ഈ പ്രഷറിന്റെ അസുഖം ബാധിക്കുന്നു എന്നുള്ളതാണ്. കിഡ്നിനെയും ലിവറിനെയും തലച്ചോറിനെയൊക്കെ അത് ബാധിച്ചു തുടങ്ങുന്നു. തലച്ചോറിനെയൊക്കെ അത് ബാധിക്കുമ്പോൾ അത് സ്ട്രോക്ക് ആയിട്ടും എക്ലാംസിയ, അപസ്മാരം ഇളക്കാനും ഫിറ്റ്സ് ഇളക്കാനുള്ള സാധ്യതയായിട്ട് നമ്മൾ കാണുന്നത്. അതിനെയാണ് നമ്മൾ എക്ലാംസിയ എന്ന് പറയുന്നത്. എക്ലാംസിയയിലേക്ക് പോകുന്ന ലക്ഷണങ്ങളാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ? എക്ലാംസിയയിലേക്ക് പോകാൻ സാധ്യതയാണ് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക പേഷ്യന്റിനെ? എത്രയും പെട്ടെന്ന് നമ്മൾ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. BP നോക്കിയിട്ട് BPക്ക് അനുസരിച്ച് BP കുറയാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കണം. എത്രയാണോ പ്രഗ്നൻസിയുടെ ആഴ്ച അതനുസരിച്ചിട്ട് വേണം നമ്മൾ അടുത്ത നെക്സ്റ്റ് മാനേജ്മെന്റ് എന്നാണെന്നുള്ള തീരുമാനിക്കാനുള്ളത്. 37 ആഴ്ചയ്ക്ക് അടുപ്പിച്ച് അല്ലെങ്കിൽ കൊച്ചിന് മൂപ്പെത്തിയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കൊച്ചിനെ ഡെലിവറി ചെയ്യണം. അത് എങ്ങനെയാണ് എന്നുള്ളത്, നോർമൽ വേണോ സിസേറിയൻ വേണോ എന്നുള്ളത് അപ്പോഴത്തെ കുഞ്ഞിന്റെയും അമ്മയുടെയും കണ്ടീഷനും കൂടി അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ അതിനോടൊപ്പമാണ് BP കുറയ്ക്കാനുള്ള മാർഗങ്ങളും മാഗ്നീഷ്യം സൾഫേറ്റ് എന്നുള്ള ഇഞ്ചക്ഷൻ, അപസ്മാരം കാര്യങ്ങളും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപസ്മാരത്തിനെതിരെ നമ്മൾ കൊടുക്കേണ്ട മരുന്നുകൾ, കുഞ്ഞിന് മൂപ്പെത്തിയിട്ടില്ല എന്നാണെങ്കിൽ അമ്മയുടെയും കുഞ്ഞിന്റെ അവസ്ഥ അനുസരിച്ചിട്ട് മൂപ്പെത്താനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുത്ത് എത്രയും പെട്ടെന്ന് ഡെലിവറി ആക്കുക എന്നുള്ളതാണ് നമുക്കടുത്ത് ചെയ്യാൻ പറ്റുന്നത്.
ഇത് പ്രീ എക്ലാംസിയ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ നമുക്ക് ആ BP ഒക്കെ കൺട്രോൾ ചെയ്ത് കുഞ്ഞിനെ ഒന്ന് മൂപ്പെത്തുന്നത് വരെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. പക്ഷെ എക്ലാംസിയ വന്ന് ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഗർഭാവസ്ഥ നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ പുറത്തെടുത്താലേ അതിന് കാരണക്കാരനായിട്ടുള്ള ആള് പ്ലാസന്റയാണ്, മറുപിള്ളയാണ്. മറുപിള്ളയിൽ നിന്നുള്ള രക്തയോട്ടത്തിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ അമ്മയ്ക്കും കുഞ്ഞിനും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് മറുപിള്ള എടുത്ത് മാറ്റിയാലേ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറുന്നുള്ളൂ. നമ്മള് പ്രീ എക്ലാംസിയയിലെ പേഷ്യന്റിനെ പ്രത്യേകിച്ച് ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിൽ മൊത്തം നോക്കുന്നതിനോടൊപ്പം ഗർഭകാല ശേഷവും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചിലവർക്ക് ഡെലിവറി വരെ എല്ലാം നോർമലായിട്ട് BP കാര്യങ്ങളും പോകുവാണെങ്കിൽ പോലും ചിലവർക്ക് ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും പ്രഷർ കൂടുതലായിട്ട് കാണുന്നതും അപസ്മാരം വരാനുള്ള സാധ്യതയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞ 6 ആഴ്ച വരെ എന്തായാലും നമ്മൾ അവരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രീ എക്ലാംസിയ കൺട്രോൾ അല്ല എങ്കിൽ കുഞ്ഞിന് എന്തൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ? പ്രീ എക്ലാംസിയ കൺട്രോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് മറ്റ് അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എക്ലാംസിയയിലേക്ക് പോകാം. അപസ്മാരം പോലെ അസുഖങ്ങൾ ഉണ്ടാകാം, കിഡ്നീനെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാം. അതുപോലെ തന്നെയാണ് കുഞ്ഞിന്റെ വളർച്ചക്കുറവും ഉണ്ടാകാം. കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി എത്താത്തത് കൊണ്ട് കുഞ്ഞിന്റെ വളർച്ചക്കുറവും ഉണ്ടാകും.